നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷേ അതിനോട് ചേർത്തുകൊണ്ട് ഞാനൊരു ഹോംവർക്ക് തന്നിരുന്നു. ആ ഹോംവർക്ക് എന്ന് പറയുന്നത് oogenesisൻ്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു പോർഷൻ ഞാൻ പറയാതിരുന്ന ഭാഗം നിങ്ങളോട് ചെയ്യാനായിരുന്നു. ആൻഡ് നിങ്ങളത് ഹോംവർക്കായിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ അതിൻ്റെ ആ പറഞ്ഞ ഭാഗത്തെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്ന ചില ചിത്രങ്ങളെ പരിചയപ്പെടുത്തുകയും അതെന്താണെന്നൊന്നും കൂടി ഉറപ്പിക്കാനുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് oogenesis എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള പ്രോസസ്സല്ല, ഡിസ്കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. അതിൻ്റെ ഒരു ഘട്ടം നടക്കുന്നത് ഫീറ്റൽ ലൈഫിലാണ്, നെക്സ്റ്റ് ഫേസ് നടക്കുന്നത് പ്യൂബർട്ടിയിലാണ്, ആൻഡ് ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് വിൽ ബി ടേക്കിംഗ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ എൻട്രി ഓഫ് ദ സ്പേം ഇൻ ടു ദ എഗ്. ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു പെൺകുട്ടിയിൽ അതിൻ്റെ ഊഗോണിയ പ്രൈമറി ഊസൈറ്റായിട്ട് മാറുന്നവരെയുള്ള സ്റ്റേജ്, oogenesisലെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഊഗോണിയകൾ ഉണ്ടാവലാണ്. ഊഗോണിയ പിന്നെ പ്രൈമറി ഊസൈറ്റ് ആവലാണ്. ആ പ്രൈമറി ഊസൈറ്റുകളാണ് ഒരു പെൺകുട്ടിയിൽ ഒരു പ്യൂബർട്ടി വരെ എല്ലാ എഗ്ഗുകളും പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓൾമോസ്റ്റ് ഒരു ഓവറിക്കകത്ത് ഒരു 60,000 to 80,000 പ്രൈമറി ഊസൈറ്റുകൾ ഉണ്ടാകും. ഇനി നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഇതാണ് ഒരു പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് പ്രൈമറി ഊസൈറ്റ്. പ്രൈമറി ഊസൈറ്റ് കാണുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതാ, ഞാൻ ഈ സെൻറ്റർ വരച്ചിരുന്ന ഈ വെള്ള കളർ വരച്ചിരിക്കുന്നതാണല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സെല്ലാണ് പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഡിപ്ലോയിഡ് സെല്ലാണോ ഹാപ്ലോയിഡ് സെല്ലാണോ? നമുക്കറിയാം ഇതൊരു ഡിപ്ലോയിഡ് സെല്ലാണ്. ഡിവിഷനൊന്നും നടക്കാത്ത സെല്ലാണ്. oogenesisന് വിധേയമാകാൻ വേണ്ടി പോകുന്ന സെല്ലാണ് പ്രൈമറി ഊസൈറ്റ്. പക്ഷേ ഈ പ്രൈമറി ഊസൈറ്റിന് ചുറ്റും നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ ലെയർ ഓഫ് സെൽസ്. കണ്ടോ, ബ്ലൂ കളർ വരച്ചിരിക്കുന്നത് ദർ ഇസ് എ ലെയർ ഓഫ് സെൽസ്. അപ്പോൾ നമ്മുടെ ഓവറിയിൽ പ്യൂബർട്ടിയിൽ എല്ലാ പ്രൈമറി ഊസൈറ്റുകളും കാണുക ഇങ്ങനെ ഒരു ലെയർ ഓഫ് സെൽസ് മറ്റൊരു ലെയർ ഓഫ് സെൽസ് കൊണ്ട് കവേർഡ് ആയിട്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫീറ്റൽ ലൈഫിൽ മില്യൺസ് ഓഫ് ഊഗോണിയകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെങ്കിൽ പോലും പ്യൂബർട്ടി ആകുമ്പോഴത്തേക്കും ഒരു 60,000 to 80,000 പ്രൈമറി ഊസൈറ്റുകളെ കാണൂ. ബാക്കിയൊക്കെ ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള 60,000 to 80,000 ഈച്ച് ഓവറി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? ഓരോന്നും ഇങ്ങനെയാണ് കാണുക. അത് പ്രൈമറി ഊസൈറ്റ് കാണും, അതിന് ചുറ്റും ഒരു ലെയർ ഓഫ് സെൽസ് കാണും. ഈ ലെയർ ഓഫ് സെൽസിനെ പറയുന്ന പേര് ഗ്രാനുലോസ സെൽസ് എന്നാണ് പറയുക. ഈ ലെയർ ഓഫ് സെൽസിനെ പറയുക ഗ്രാനുലോസ സെൽസ് എന്നാണ്. ഗ്രാനുലോസ സെൽസ്. അപ്പം പ്രൈമറി ഊസൈറ്റ് which is surrounded by primary oocyte and which is surrounded by a layer of granulosa cells. ഇത് രണ്ടിനെയും കൂടി ചേർത്ത് നമുക്കൊരു പേരുണ്ട്. ആൻഡ് ദാറ്റ് നെയിം ഈസ്, ഇത് രണ്ടിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയുക. എന്താണ് പറയുന്നത്? പ്രൈമറി ഫോളിക്കിൾ. അപ്പം നമ്മുടെ ഓവറിക്കകത്ത് പ്രൈമറി ഫോളിക്കിൾസുകളാണ് കാണുക. പ്രൈമറി ഫോളിക്കിൾസുകളാണ് കാണുക. അപ്പോൾ ഈ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത് പിന്നെ എന്തായിട്ട് മാറണം? പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത് പ്യൂബർട്ടിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓവറിയിൽ പ്രൈമറി ഫോളിക്കിൾസ് നമ്മൾ ആയിരക്കണക്കിന് ഉണ്ടാവും എന്ന് പറഞ്ഞു, എണ്ണൊക്കെ പറഞ്ഞു. സോ പ്യൂബർട്ടിയിൽ ഒരു പെൺകുട്ടിയിൽ ഹോർമോണൽ സ്റ്റിമുലേഷൻ വഴി, ഏത് ഹോർമോണാണ് എന്താണെന്നൊക്കെ പിന്നീട് പറയാം, ഹോർമോണൽ സ്റ്റിമുലേഷൻ വഴി കുറേ പ്രൈമറി ഫോളിക്കിൾസിലെ ഒരു പ്രൈമറി ഫോളിക്കിൾ മാത്രമാണ് എന്തായിട്ട് മാറുക? oogenesis എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ കംപ്ലീഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി എന്തായിട്ട് മാറുക? ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുക. എന്തായിട്ടാണ് മാറുക? ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ടാണ് മാറുക. ഗ്രാഫിയൻ ഫോളിക്കിൾ. പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുക. ഇതാണ് ഓവറിയിൽ എപ്പോൾ സംഭവിക്കുന്നത്? പ്യൂബർട്ടിയിൽ ഓരോ മാസത്തിലും ഒരു പെൺകുട്ടിയുടെ ഓവറിയിൽ നടക്കുന്നത് കൺവേർഷൻ ഓഫ് പ്രൈമറി ഫോളിക്കിൾ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് എങ്ങനെ സംഭവിക്കുന്നതാണ് പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോണേ,
പ്രൈമറി ഫോളിക്കിളിൽ എന്താണ്? പ്രൈമറി ഊസൈറ്റ് ഉണ്ട്, എ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഉണ്ട്. ഹോർമോണൽ സ്റ്റിമുലേഷൻ വഴി ഏതോ ഹോർമോൺ നമുക്ക് അറിഞ്ഞുകൂടാ, ഹോർമോണൽ സ്റ്റിമുലേഷൻ വഴി പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് മാറും? ആദ്യം സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറും. പിന്നീട് അത് ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറും. ടെർഷ്യറി ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നത്. മെച്വർ ഒവേറിയൻ ഫോളിക്കിളിനെയാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഞാനെന്ന് പറയാം. ഹോർമോണൽ സ്റ്റിമുലേഷൻ വഴിയാണ് ഈ മാറ്റം നടക്കുന്നത്. ഇത് നടക്കുന്നത് മുഴുവൻ എപ്പോഴാണ്? ഒരു പെൺകുട്ടിയുടെ ഓരോ മാസത്തിൽ ഓരോ ഓവറിലാണ് നടക്കുക, അടുത്ത മാസം മറ്റേ ഓവറിയിലാണ് നടക്കുക. ഇത് മാറി ഓൾട്ടർനേറ്റ് ആയിട്ട് നടക്കുന്നത്. ഇത് നടക്കാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു പെൺകുട്ടിയുടെ ആ ബ്ലീഡിങ് ഫേസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ഒരു ഏകദേശം 8-9 ദിവസം കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് നടക്കുക. അപ്പം പ്രൈമറി ഫോളിക്കിളിൽ നിന്ന് സെക്കൻഡറി ഫോളിക്കിളുകളെ ചേഞ്ച് നോക്കിക്കോളൂ. പ്രൈമറി ഊസൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു, വ്യത്യാസമൊന്നുമില്ല, അയാൾക്ക് വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇത് പ്രൈമറി ഊസൈറ്റ് തന്നെയാണ്. അയാൾക്ക് ചുറ്റുമുള്ള ഗ്രാനുലോസ സെൽസിന് മാറ്റം വന്നില്ലേ? ഹോർമോണൽ സ്റ്റിമുലേഷൻ വഴി അത് മൾട്ടിപ്ലിക്കേഷന് വിധേയമായി കുറേ ലെയേഴ്സ് അല്ലെങ്കിൽ ഫ്യൂ ലെയേഴ്സ് ഓഫ് സെൽസ് ആയിട്ട് മാറി. ഒരു ലെയർ എന്നുള്ളത് കുറേ ലെയർ ആയിട്ട് മാറി. കൂടാതെ ഓവേറിയൻ കോർട്ടക്സിൽ നിന്നും വേറൊരു ലെയർ ഓഫ് അഡീഷണൽ ലെയർ ഓഫ് സെൽസ് ആഡ് ചെയ്തു, കണ്ടോ ചുറ്റും. ഇതിന്റെ പേരാണ് തീക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? പ്രൈമറി ഊസൈറ്റ് ഉണ്ട്, ഒന്നിലധികം ഗ്രാനുലോസ സെൽസിന്റെ ലെയർ ഉണ്ട്, അതുപോലെ തന്നെ തീക്ക എന്ന് പറയുന്ന ഒരു ലെയർ ഓഫ് സെൽസ് അവിടെ നമ്മുടെ ഓവേറിയൻ കോർട്ടക്സിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. സെക്കൻഡറി ഫോളിക്കിളിൽ നിന്നും ടെർഷ്യറി ഫോളിക്കിളിലേക്ക് വന്നപ്പോൾ എന്ത് മാറ്റാണ്ടായേ? ഇവിടെയും ടെർഷ്യറി ഫോളിക്കിളിൽ പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യുന്നറിയോ? പ്രൈമറി ഊസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത് പ്രൈമറി ഊസൈറ്റ് അല്ല, സെക്കൻഡറി ഊസൈറ്റ് ആണ്. അപ്പോൾ എന്ത് റിലീസ് ചെയ്തിട്ടുണ്ടാവും? ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറഞ്ഞ സെല്ലിലൂടെ റിലീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് സെക്കൻഡറി ഊസൈറ്റ് ആണ്, ഒരു പോളാർ ബോഡി റിലീസ് ആയിട്ടുണ്ടാവും. ഇവിടെ ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം കൂടി, ഇൻക്രീസ്ഡ് ഇൻ നമ്പർ ബൈ മൾട്ടിപ്ലിക്കേഷൻ, അതിനെ പ്രോലിഫറേഷൻ എന്നാണ് പറയുക. പിന്നെ ഇവിടെ ഒരു ക്യാവിറ്റി അപ്പിയർ ചെയ്തു, കണ്ടോ? ഒരു ക്യാവിറ്റി അപ്പിയർ ചെയ്തു. ഈ ക്യാവിറ്റിയുടെ പേരാണ് ആൻഡ്രം എന്ന് പറയും. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ആയിരിക്കും. ഇപ്പം തീക്ക എന്ന് പറയുന്ന ലെയറില്ലേ, അത് 2 ലെയറായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. തീക്ക ഇന്റേണ ആൻഡ് തീക്ക എക്സ്റ്റേണ. കുറച്ചുകൂടി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് മാറി. ഇത്രയുമാണ് ടെർഷ്യറി ഫോളിക്കിൾ ഉള്ളത്. ഇനി ഇത് ഗ്രാഫിയൻ ഫോളിക്കിളായി കൺവേർട്ട് ചെയ്യുമ്പോഴോ ഇത് ഒന്നുകൂടി മെച്ചർ ചെയ്യപ്പെടും. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഉണ്ടാകുന്ന പ്രധാന വ്യത്യാസം ടെർഷ്യറി ഫോളിക്കിളിനെ പോലെ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് നിൽക്കുന്നു. അതങ്ങനെ തന്നെ സെക്കൻഡറി യൂസൈറ്റ് തന്നെ പോളാർ ബോഡി ഉണ്ടാവും, ആൻഡ്രൻ ഉണ്ടാവും. ഇവിടെ ഗ്രാനുലോസ സെൽസിന്റെ എണ്ണം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെ അതിനേക്കാൾ കൂടിയിട്ടുണ്ടാവും. തീക്ക ഇന്റേണൽ ഉണ്ട്, തീക്ക എക്സ്റ്റേണൽ ഉണ്ട്, ഒക്കെ അങ്ങനെ തന്നെ. ഒരു സംഭവം കൂടി നടക്കും. അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി യൂസൈറ്റിന് ചുറ്റും ഒരു ന്യൂ ലെയർ ഫോം ചെയ്യും. അത് സെല്ലുലാർ ലെയർ അല്ല, ഒരു കെമിക്കലി മെയ്ഡ് ലെയർ ഫോം ചെയ്യും. ഒരു കെമിക്കലി മെയ്ഡ് ലെയർ ഇതിന് ചുറ്റും ഫോം ചെയ്യും. ആ ലെയറിന്റെ പേരാണ് സോണ പെല്ലുസിഡ എന്ന് പറയും. സോണ പെല്ലുസിഡ. ഇത്രയുമാണ് ഓവറിയിൽ നടക്കുന്ന പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യപ്പെടുക. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുക. അപ്പോൾ ഓവുലേഷൻ സമയത്ത് സെക്കൻഡറി ഊസൈറ്റ് ആണ് റിലീസ് ചെയ്യപ്പെടുക, അല്ലാണ്ട് മെച്ചുവർ ഓവല്ല, സെക്കൻഡറി ഊസൈറ്റ് ആണ് റിലീസ് ചെയ്യപ്പെടുക. ഇത്രയുമാണ് ഈ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.